വിവാദ അനുഗ്രഹ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ തിരുത്തി PK കുഞ്ഞാലിക്കുട്ടി. PMA സലാമിൻ്റെത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല, എല്ലാവരും ബഹുമാനിക്കുന്ന തങ്ങന്മാരെ അപഹസിക്കുന്നതല്ല പാർട്ടി രീതിയെന്നും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ, എല്ലാവരെയും സ്നേഹിക്കുന്നവർ, വലിയവനും ചെറിയവനും ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം വൈസിയുടേതായി. അതിനെതിരായി ജനരോഷം ഉണ്ടായി. അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. അതുകൊണ്ട് അപഹസിക്കലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല, അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ P സരിൻ മൂന്നാമതായെന്നായിരുന്നു PMA സലാമിന്റെ പരാമർശം. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ PMA സലാം അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് സമസ്ത യുവജന വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, ആ മറ്റൊരു നേതാവെന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയനാണല്ലോ, ജിഫ്രി മുത്തുക്കോയ തങ്ങളല്ല എന്ന് PMA സലാം പറഞ്ഞതുകൊണ്ട് അതങ്ങനെ അല്ലാതാവുമോ? കാര്യം അതിനു മുമ്പും ഈ പറയുന്ന സലഫി ധാര, ആ ധാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ട്. അതിൻ്റെ തുടർച്ചയിലാണല്ലോ ഈ വിമർശനങ്ങൾ. സമയം ഹാഷ്മി, PMA സലാമിന്റെ വിമർശനം മുഖ്യമന്ത്രിയെയല്ല, മറിച്ച് അത് ജിഫ്രി തങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് അതിന് ശേഷമുള്ള ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും. കാരണം ആദ്യം PMA സലാം പറയുന്നത് ഇത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു, മൂന്നാമതായി എത്തിയിരിക്കുന്നത് മറ്റൊരാൾ അനുഗ്രഹിച്ചയാളാണ്. ഒപ്പം തന്നെ ഈ പത്രം പറയുന്നത് ശരിയല്ല, അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായം ആരുടെ കൂടെയാണ് എന്നുള്ളതും ഇതോടുകൂടി വ്യക്തമായി എന്നും PMA സലാം അതിന് പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ജിഫ്രി തങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമാണ്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ തന്നെ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് PMA സലാമിനെ തിരുത്തി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് PMA സലാമിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല, അത്തരം പരാമർശം മുസ്ലിം ലീഗിന്റെ പരാമർശമല്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നേരത്തെ ഉമർ ഫൈസി മുക്കം നടത്തിയ സമയത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. മുസ്ലിം ലീഗ് എല്ലായ്പ്പോഴും വിമർശനങ്ങളെല്ലാം തന്നെ രൂക്ഷമായി തന്നെ ഉന്നയിക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലാണ് വിമർശനം ഉന്നയിക്കാറ് എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ PMA സലാം താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണെന്നൊക്കെ തന്നെ പറഞ്ഞു രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ നേരിട്ട് കുഞ്ഞാലിക്കുട്ടിയോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രഭാതം പരസ്യത്തിൽ സുപ്രഭാതം പത്രത്തിൽ LDFന്റെ പരസ്യം വന്നതിന് പിന്നാലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതിനെതിരെ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് രംഗത്ത് വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ PMA സലാം തന്നെ ഇത്തരക്കാർക്ക് ഒരു വടി കൊടുത്തു തന്നെ ലീഗിന് അടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ്. അത് ഇപ്പോൾ തുടങ്ങിയ തർക്കമല്ല, നേരത്തെ മുതൽ തുടങ്ങുന്ന തർക്കമാണ്. ആ തർക്കം കുഞ്ഞാലിക്കുട്ടി തള്ളിപ്പറഞ്ഞതുകൊണ്ട് തീരും എന്നും കരുതാൻ വയ്യ. നോക്കാം ഏതളവിലാണ് ആ അന്തഛിദ്രം മുന്നോട്ടേക്ക് പോവുക എന്ന്.